ഒമാനിൽ കെട്ടിടം തകർന്ന 4 കുട്ടികൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. ഒമാനിലെ റുസ്താക്കിൽ പഴയ കെട്ടിടം തകർന്നു വീണാണ് അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി അലി കൂട്ടായി ചേരുന്നുണ്ട്. അലി, എങ്ങനെയാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്? ഒപ്പം തന്നെ എത്ര പേരാണ് ഇതിൽ ഉണ്ടായിരുന്നതെന്ന് സംബന്ധിച്ച വിവരം ലഭിക്കുന്നുണ്ടോ? ഹരിഗോവിന്ദ്, കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് ഒമാനിലെ റുസ്താക്കിൽ, മസ്കത്തിൽ നിന്ന് ഏറെ ദൂരമുള്ള ഒരു സ്ഥലമാണ്. റുസ്താക്കിൽ പഴയ കെട്ടിടം തകർന്നു വീണാണ് 4 കുട്ടികൾ മരിച്ചതായി റോയൽ ഒമാൻ പോലീസ് സ്വീകരിക്കുന്നത്. ഇതിൽ തന്നെ 7 കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇതിൽ 3 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട്. എന്തിനായാലും ഒമാനിൽ 2 ദിവസമായി മഴ കനക്കുകയാണ്. ഇത് മഴയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തകർച്ചയാണോ എന്ന് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും അധികൃതർ പുറത്തുവിട്ടില്ല. എങ്കിൽ തന്നെയും പഴയ കെട്ടിടം തകർന്നു വീണാണ് 4 കുട്ടികൾ മരിക്കുകയും 3 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. റുസ്താക്ക് എന്ന് പറയുന്ന മേഖല, ഈ മേഖല പഴയ കെട്ടിടങ്ങൾ ഒരുപാടുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഈ തകർന്നു വീഴാവുന്ന പല കെട്ടിടങ്ങളും ഒരുപാടുള്ള ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. ഒമാന്റെ ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് റുസ്താക്ക്. അവിടെയാണ് കുട്ടികൾ കളിക്കാനായി ഈ പഴയ കെട്ടിടത്തിൽ കയറിയപ്പോൾ കെട്ടിടം തകർന്നു വീണു എന്നാണ് പ്രാഥമിക നിഗമനം. എന്തുതന്നെയായാലും 4 കുട്ടികൾ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നാണ് റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിക്കുന്നത്. മറ്റുള്ള കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടം തകരാറുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള, അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഹരിഗോവിന്ദ്. ശരി.